ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മുഫീദ നോഫൽ ഫ്രം മൈ ഫാഷൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾ സെയിം ബോണിങ് നെറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു ഫ്രോക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. ഇതാണ് ഫ്രോക്കിൻ്റെ മെറ്റീരിയൽസൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ബോഡി പാർട്ടൊക്കെ ആസ് യൂഷ്വൽ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ടുള്ളത് 2 ഇയർ ബേബിൻ്റെ ഫ്രോക്കാണ് കേട്ടോ. ഇതിൽ മെയിനായിട്ടുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കണ്ടോ, ഫസ്റ്റ് ലെയറിൽ നമ്മൾ ലൈനിങ് കൂടി വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് കസ്റ്റമർ റെഫറൻസ് പിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ അംബ്രല്ല കട്ടിൽ അല്ലെങ്കിൽ ഫുൾ സർക്കിളിലാണ് ഫസ്റ്റ് ലെയർ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നതും കൂടെ ഞാൻ ഇന്ന് ഷെയർ ചെയ്ത കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെയുള്ള ചെയ്യുന്ന സമയത്ത് നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്തും കുറച്ചും കൂടി ഫ്രില്ല് അല്ലെങ്കിൽ ഗ്യാദേഴ്സ് വരുന്ന രീതിയിലാണ് ചെയ്യൽ. എന്നാൽ മാത്രമേ നമുക്ക് താഴെ നല്ല ഭംഗിയിൽ ഫ്ലെയറിൽ കിട്ടുകയും ചെയ്യുള്ളൂ. നിങ്ങൾക്ക് എക്സ്ട്രാ അത്ര ഫ്ലെയർ ഒന്നും വേണ്ടെങ്കിൽ സാധാരണ നോർമൽ ഫ്ലെയറിൽ ചെയ്താലും മതി കേട്ടോ. അപ്പം അല്ലെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് കട്ട് ആണെങ്കിൽ ഒരിക്കലും ഈ ഒരു ഫ്രോക്ക് ഒന്നും ഭംഗി ഉണ്ടാവില്ല. പലരും ചെയ്തിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് കട്ട് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കാം. അപ്പം ഇതുപോലെ ഫുൾ സർക്കിളിൽ ഞാൻ ലൈനിങ് ആദ്യം കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും പിന്നൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാട്ടോ. അല്ലെങ്കിൽ രണ്ടും രണ്ട് ഷേപ്പിലൊക്കെ ആയിപ്പോൾ നമ്മൾ പിന്നെ ടേൺ ചെയ്ത് നമ്മൾ സൈഡൊക്കെ ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് അത് തിരിച്ചിടുകയൊക്കെ ചെയ്യും. അപ്പം അതിൻ്റെ ഷേപ്പൊക്കെ ചിലപ്പോൾ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നെറ്റ് ഫാബ്രിക്കും സാറ്റിൻ ഫാബ്രിക്കൊക്കെ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും ചിലപ്പം കട്ടിങ് സൈസ് ചെറിയൊരു മാറ്റം വന്നാൽ തന്നെ ഫാബ്രിക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിഞ്ഞിട്ടുണ്ടാവും. അപ്പം അത് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായ കളർ ഇതാണ് കേട്ടോ. മോഡൽ വന്നിട്ട് ഈ ഒരു മോഡലിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ പിന്നെ കുറച്ച് ഫാബ്രിക്സ് കസ്റ്റമർ ഫാബ്രിക്സിനെ കുറച്ച് ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഫാബ്രിക്സ് സീക്വൻസുള്ള ഫാബ്രിക്സൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പിക്സൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഡേറ്റ് വളരെ കുറവായിരുന്നു. ജാനുവരി 2 1 വീക്കിനുള്ളിൽ ചെയ്ത് കൊടുക്കേണ്ടത് തന്നെ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഫാബ്രിക്സൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ഈ കസ്റ്റമർ ഈ ഒരു ഫാബ്രിക്സ് ചൂസ് ചെയ്തത്. ഇത് നമ്മൾ മെയിൻ ഇൻസൈഡ് ആയിട്ടുള്ള ലൈനിങ്ങിലേക്കുള്ള ഫുൾ സർക്കിളിലുള്ള കട്ടിങ്ങും പിന്നെ ലെയേഴ്സിന് വേണ്ടിയുള്ള നെറ്റ് ഫാബ്രിക്സൊക്കെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ നെറ്റ് ഫാബ്രിക്കിലേക്ക് ഓരോന്നിലേക്കും ബോണിങ് നെറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. 3 ലെയേഴ്സാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് സെയിം കളറിൽ വരുന്ന ബോണിങ് നെറ്റാണ് നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നമുക്ക് ഡാർക്കായിട്ട് ഇട്ടാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ടൈമൊക്കെ ചെയ്തിട്ടുള്ള ഫ്രോക്കിലൊക്കെ നമ്മൾ വൈറ്റ് കളർ ബോണിങ് നെറ്റ് വെക്കുമ്പോൾ അതിൽ ഒരു വൈറ്റ് കളർ നമുക്കതിങ്ങനെ ശരിക്കും കാണാറുണ്ട്. നമ്മൾ ഫാബ്രിക്സിൻ്റെ കളറൊന്ന് ഡിമ്മായി പോകാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ സെയിം ഫാബ്രിക്സിൻ്റെ കളർ തന്നെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ഇതായിരിക്കും. പിന്നെ ഇതുപോലെ നമ്മൾ ബോണിങ് നെറ്റൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ സൈഡൊക്കെ നമ്മൾ ഇതുപോലെയാണ് ഫിനിഷ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഫിനിഷ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ബോഡിയിലൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയൊക്കെ കൊളുത്തുമ്പോൾ നമുക്കിങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ബോണിങ് നെറ്റിൻ്റെ സൈഡൊക്കെ അറിയാമല്ലോ, ഇങ്ങനെ സൂചി പോലെ വല്ലാണ്ട് കുത്തുന്നൊരു ഫാബ്രിക്സാണിത് സൈഡൊക്കെ. അപ്പോൾ നമ്മളിത് 3 ലെയേഴ്സ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നോർമലി നമ്മൾ 3 ലെയേഴ്സും ഒരുപോലെ വെച്ചിട്ട് ലെയേഴ്സായിട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ടാണ് ഗ്യാദേഴ്സ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൽ നിങ്ങൾ അതിൻ്റെ റെഫറൻസ് പിക്കിൽ കണ്ടിട്ടുണ്ടാവും 3 ലെയേഴ്സും സെപ്പറേറ്റ് ആയിട്ട് വേറെ രീതിയിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഓരോ ലെയേഴ്സും വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് 3ഉം സെപ്പറേറ്റ് ആയിട്ടാണ് 3 ഇതിലാണ് നമ്മൾ ഗ്യാദേഴ്സ് ചെയ്തിട്ടുള്ളത്. 3 ഫാബ്രിക്സ് 3ആയിട്ട് തന്നെയാണ് ഗ്യാദേഴ്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മളിത് 3 സെറ്റ് ചെയ്തിട്ട് ഒന്നിച്ച് ഗ്യാദർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതെന്താ വെച്ചാൽ നമ്മൾ ഫാസിനേറ്റർ നമ്മൾ മേക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഫാസിനേറ്റർ ഇതുപോലുള്ള എയർ ആക്സസറീസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് മേക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വൈറ്റ് കളർ ബോണിങ് നെറ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു നെറ്റിൻ്റെ കളർ അല്ലെങ്കിൽ എക്സാക്റ്റ് ആ ഡ്രസ്സിൻ്റെ കളറിൽ ഒന്നുകൊണ്ട് ഡിമ്മായിട്ടാണ് വരുന്നത്, ഒരു വൈറ്റ് ടോൺ വരുന്നതുകൊണ്ട്. അപ്പോൾ ഞാനതൊന്ന് കവർ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എന്താക്കി 3-4 ലെയേഴ്സായിട്ടൊന്ന് മടക്കിയിട്ടാണ് ഈ ഒരു ഫാസിനേറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കത് ആ ഒരു കളർ വൈറ്റ് ടോണ് കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് സെയിം ഫാബ്രിക്സിൻ്റെ കളർ തന്നെയാണ് വരുന്നത്. അപ്പം ഇതാണ് കേട്ടോ നമ്മൾ ഫാസിനേറ്റർ ഉണ്ടാക്കുന്ന വീഡിയോ കട്ട് ചെയ്യുന്നതും അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണാം കേട്ടോ. നമ്മൾ ഫ്രോക്കിൻ്റെ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. നമ്മൾ 1 ഇയർ ബേബിൻ്റെ 2 ഇയേഴ്സ് ബേബിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ. അതുപോലെ ബട്ടൺ പഫ് സ്ലീവ് ചെയ്യുന്നതൊക്കെ
ഇൻവിസിബിൾ സിബ് വെക്കുന്നതും നമ്മളെ യോക്ക് പോർഷൻസൊക്കെ എങ്ങനെയാണ് കവർ ചെയ്തിട്ട് ക്ലോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്, സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ വീഡിയോസിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവർ വീഡിയോസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ യോക്ക് പോർഷനും പിന്നെ ബോട്ടം പാർട്ടും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമ്മൾ ഇതുപോലെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എല്ലാ സ്റ്റിച്ചും ക്ലോസ് ചെയ്യുന്ന രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോട്ടം പാർട്ടിൽ നമ്മൾ ലൈനിങ്സ് കോട്ടൺ ഫാബ്രിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമ്മളൊരു ഒരു വൈറ്റ് ബോണിങ് നെറ്റ് യൂസ് ചെയ്യുന്നേക്കാളും സെയിം കളറിലുള്ള യൂസ് ചെയ്തപ്പോൾ ഈ ഒരു ലുക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ നെറ്റ് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് എടുത്തിട്ടുണ്ടായത്, 2 ഷെയ്ഡ് അവർ തന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്